ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അതാ റംസാൻ 8 ആയിട്ടുണ്ട്. നോമ്പ് 8 അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ അത്താഴമൊക്കെ കഴിഞ്ഞു, ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കലൊക്കെ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതാ നേരത്തെ വിളിക്കുമല്ലോ, ഒരു 6:30 ആകുമ്പോഴത്തേന് നേരമൊക്കെ വിളിത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ വെയിലൊക്കെ ചൂടായി വരുന്നതിൻ്റെ മുന്നേ തന്നെ മുറ്റത്തൊക്കെ ഇറങ്ങിക്കുകയാണ്. മുറ്റടിച്ചേറിയിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ. റംസാൻ്റെ തലേദിവസത്തെ നോമ്പിൻ്റെ തലേദിവസത്തെയാണ് അടിച്ചേറിയത്. പിന്നെ ഈ ചൂടൊക്കെ കൂടുതലാണല്ലോ, പിന്നെ പൊടിയും എനിക്കത്ര പറ്റൂല, അലർജിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അപ്പോൾ മുറ്റത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. പിന്നെ ഇങ്ങനെ ഇട്ടപ്പോൾ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. മുറ്റമൊക്കെ നന്നായി നാറിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ നോമ്പിനൊക്കെ നമ്മൾ അടുത്തുള്ളൊരു താത്ത ഹെൽപ്പാക്കാൻ വന്നിരുന്നു കേട്ടോ മുറ്റടിച്ച് വരാനൊക്കെ. പക്ഷെ പ്രാവശ്യം അവർക്ക് എന്തോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ അവർക്ക് അതിനൊന്നും വയ്യാണ്ടായി. അപ്പോൾ അതാ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് അല്ലേ, പണിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അത് സ്ഥലത്തേക്ക് നോക്കുമ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫാൻറ്റോട്ടൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം അടുത്ത പണിക്കായിട്ട് നിന്ന് കേട്ടോ. അപ്പം വേഗം അടിച്ചൊരു പൊടിയൊക്കെ നല്ലോണം പാറിയിട്ടുണ്ടായിരുന്നു സിറ്റ് ഔട്ടിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ നമ്മൾ അടിച്ചേറിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മീൻ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി മീൻ വാങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ അടുത്തൊരു വീട്ടിൽ കണ്ടോ വരിക, അവിടെ പോയിട്ട് വാങ്ങാറാണ്. ഇതൊക്കെ മീൻ ഫുള്ള് ചെറുതെന്താ വില? ചെറുത് 1 കിലോ 100, ഇത് 1 കിലോ 150. മിഞ്ഞാത്ത വില തന്നെ. ഇതൊരു 1 കിലോ എടുത്തോളി. മീനൊക്കെ വാങ്ങി വന്നപ്പോൾ അടുത്ത് തന്നെ തുടക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പം മീൻ വാങ്ങുന്നതിന് മുന്നേ അടിച്ചുവരടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ വേഗം പണികൾ തീർക്കുന്നത് ഇന്നിപ്പോൾ ഉമ്മാൻ്റെ ഡോക്ടറെ അടുത്തേക്കൊന്ന് ഉമ്മനെ കാണിക്കണ ഡോക്ടറെ അടുത്തേക്കൊന്ന് പോവാണ്ട് കേട്ടോ. അപ്പം ഉമ്മനെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഉമ്മാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പറയാച്ചിട്ടൊന്ന് വിവരം പറയാച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോകാമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വേഗം പണികളൊക്കെ കഴിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആക്കത്തിയിൽ ആടിപ്പാടിയൊക്കെ എടുക്കുള്ളൂ. പ്രത്യേകിച്ച് നോമ്പും കൂടെ ആണല്ലോ, വേറെ പണിയൊന്നും ഇല്ലല്ലോ രാവിലെ. അപ്പോൾ അങ്ങനെ അടിക്കലും തറക്കലൊക്കെ കഴിഞ്ഞ് ഇനി പോവാനുള്ള പുറപ്പാടിയിലാണ്. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോയി 2 മണിയൊക്കെ ആയപ്പോഴത്തേനും തിരിച്ചെത്തിട്ടോ. ആ ഡോക്ടർ ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന ഡോക്ടറാണ്, തിരൂരാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഉമ്മാനൊന്നും കൊണ്ടുപോകാണ്ട് പോയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിവരം പറയാനുള്ളല്ലോ, അതുകൊണ്ട് വേഗം കഴിച്ചിലായി അവിടുന്ന്. പിന്നെ വന്നപ്പോൾ ഇവിടെ പത്തിരി പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, നോമ്പറക്കാനിക്കുള്ള. അപ്പോൾ പത്തിരി ഭാബി ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, താത്ത അവിടെ പത്തിരി പരത്തി കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരുണ്ടാളും പത്തിരിമേലാണ് കേട്ടോ ഞാൻ വന്നപ്പോൾ. പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, തലേ ദിവസം തീരെ ഉറങ്ങാത്തതുകൊണ്ട് കിടന്നുകൊണ്ട് ഉറങ്ങിയിട്ട് ഏകദേശം ബാങ്ക് കൊടുക്കാൻ ആയിട്ടുണ്ട് കേട്ടോ. നോമ്പറക്കാനുള്ള ഒരു ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തരിക്കഞ്ഞി അതിലേക്ക് തൂമ്പിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്, ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോമ്പറക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പത്തിരിക്ക് ബീഫ് കറി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് തൂമ്പിച്ച് വയ്ക്കൽ അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാറായപ്പം എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ ചായ കുടിക്കാൻ വേണ്ടി ബേബിയെ തെറ്റിയ ഇതിനെ കരഞ്ഞ് അതെ മമ്മീനെ എന്തിനാ വിളിച്ചു വെറുതെ? ബേബി ഇന്നടെ കടിച്ചേ, ബേബിക്ക് എന്നെ കടിക്കല, മോട്ടിനെ തെളിക്കാത്ത ചാടിക്കാന്. ഇന്ന് ബീഫ് കറിയും പത്തിരിയാണല്ലേ ബേബി നമുക്ക്? ബേബിന്റെ ആദ്യത്തെ പത്തിരി ഉണ്ടല്ലോ, ആദ്യത്തെ പത്തിരി വേണ്ട, എന്നാ വേറെ കഴിച്ചൂടി. ബേബിക്ക് പീസ് വേണ്ട? ബീഫാണെന്ന്, ചിക്കനല്ല.
വേണം. ഇത് സ്പൈസിയാണ്, സ്പൈസിയാണ് പീസ്, സ്പൈസിയാണ് പൊന്നോ. പീസ് വേണം. പീസ് വേണം. നോട്ടിട്ടരാം. പീസ് വേണ്ട. ചിക്കൻ വേണ്ട. പിന്നെ എന്ത് പീസ പറഞ്ഞു? രസമല്ല. ചിക്കൻ വേണ്ടതാണ്. ചിക്കൻ ഇവിടെ ആരും ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പിന്നെ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിലോളം ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമ്മളുടെ തന്നെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പം കിട്ടുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.